നമസ്കാരം. മുസ്ലിം ലീഗ് നേതാവും ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു പത്രസമ്മേളനം ഇപ്പൊ കാണാനിടയായി. വളരെയേറെ ദുഃഖത്തോടുകൂടിയും വേദനയോടുകൂടിയും പറയട്ടെ, അല്പമെങ്കിലും ഈ സംസ്ഥാനത്ത് മതേതരത്വം അവശേഷിച്ചിരുന്നു എന്ന് കരുതുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നത് അങ്ങേറ്റം ദുഃഖകരമാണ്. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ മാനേജ്മെന്റിന്റെ നിലപാടുകൾ ദൗർഭാഗ്യകരവും അസഹിഷ്ണുത സൃഷ്ടിക്കുന്നതുമാണെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അങ്ങേയറ്റം പ്രതിഷേധത്തോടുകൂടി കാണുകയാണ്. കാരണം അവിടെ മാനേജ്മെന്റ് കഴിഞ്ഞ 32 വർഷമായി പുലർത്തി പോന്നിരുന്ന ഒരു നിയമത്തെ നിലനിർത്തണമെന്ന് മാത്രം പറഞ്ഞപ്പോൾ ആ നിലപാടിനെ പ്രതിഷേധാർഹമെന്നും അസഹിഷ്ണുതയെന്നും പറഞ്ഞ മുസ്ലിം ലീഗ് അവിടെ ഇത്തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിച്ച് അവിടുത്തെ വീടുകളിൽ കയറി കൂടുതൽ കുട്ടികൾ ഹിജാബ് ഇട്ടുകൊണ്ട് ആ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തി അവിടെ വലിയൊരു വർഗീയ ചേരിതിരിവിന് സൃഷ്ടിച്ച SDP കാണിച്ച അസഹിഷ്ണുതയെക്കുറിച്ചും അവരുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചും ഒരു വാക്ക് പോലും മുസ്ലിം ലീഗ് പരാമർശിച്ചില്ല എന്ന് പറയുമ്പോൾ SDP ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വവും അടിമപ്പെട്ടു എന്ന് മാത്രമേ ഞങ്ങൾക്ക് കരുതാനാവൂ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായി. ആ പ്രസ്താവനയിൽ ആ കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി എന്നൊക്കെ മാനേജ്മെന്റാണ് അതിന്റെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയത് SDP ആണ്. അവിടെ അതിനുശേഷം മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ആ സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ സ്കൂളിൽ തുടർന്ന് പഠിച്ചുകൊള്ളാം എന്ന് ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ്. എന്നിട്ടും അതിനുശേഷം ഇത്തരത്തിലൊരു ഉത്തരവിറക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവിടെ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. ആ കുട്ടിയെ അവിടെ 100% ആ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്ത ആ സ്കൂളിന്റെ മാനേജ്മെന്റും സിസ്റ്റർമാരും സ്വാഗതം ചെയ്തുകൊണ്ട് പത്രസമ്മേളനം ഇന്നലെ നടത്തി നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ ആ കുട്ടിയെ വാശിയുടെ പുറത്ത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനേക്കാൾ കൂടുതൽ SDP വാശിക്ക് മുൻഗണന കൊടുത്ത് ആ കുട്ടിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം നിലപാടുകളിൽ നിന്നും ഈ സമൂഹത്തെ SDP കീഴടങ്ങുന്ന SDP അടിയറ വെക്കുന്ന ഇത്തരം നിലപാടുകളിൽ നിന്നും മുസ്ലിം ലീഗും CPM പിന്മാറണമെന്ന് വിനയപൂർവ്വം